ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചിന്തയുമടിയാരിന്നൊഴിക്കാം സൽക്രിയകൾക്കുമര ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. ആബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കുക. മോചനമതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ യാചിക്കുന്നോൻ പ്രാപിക്കും അന്വേഷിപ്പോൻ കൈക്കൊള്ളും. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമോദിയും നിൽക്കണമവർ വലഭാഗത്തിൽ. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖിയ യൂഹാനൂനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്മാതാവും വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുതാ വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിതാകാരുണ്യത്താൽ മാർത്യന്മാതൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയം നീവയുള്ള മഹിമാവിയേലും ദൈവജനത്രീ കന്യകയാം മറിയാമീന്നും വേദമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മസീഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനഴും ഋക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം.
പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ത്രീയന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻഗേല്യോൻ കൈക്കൊള്ളുവോർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറിക്കുമോ. സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സംസാരിക്കാമെന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയാരെ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്കു നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്നറിയുക കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. ഞാൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് 12 നാളിലധികമായില്ല എന്ന് നിനക്ക് അറിയാവുന്നതാകുന്നു. ദേവാലയത്തിലോ പള്ളികളിലോ നഗരത്തിലോ വെച്ച് ആരോടും ബാധിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല. ഇന്നു എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന ആ ന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമില്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദമെന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ
ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹബീബായ് ബാറയ്ക്കുമോ ധന്യം ചൊൽകട്ടെ നീ ദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പറക്കുന്നു. ദൈവത്തിൻ ഉപദേശം തോ അവസാനിപ്പിപ്പോൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാറയ്ക്കുമോ ശ്രീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂടെ ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും അറിഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം വിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ലേ ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും എത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആഹായ് ബാറയ്ക്കുമോ കർത്താവിൻ പ്രിയരേ, നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി പാവനമായിൻ മുൻപിൽ കർത്താവിനെ വന്ദിച്ചിടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഗ്യമോ നാം മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വന്നവനും ഒരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാരകാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഏറ്റുപറയുന്നു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം മറിയാമിൻ്റെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ
കടിഞ്ഞൂലായ പുരുഷ സന്താനമെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിപ്പാനും കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 2 ചെങ്ങാലിയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലി കഴിക്കേണ്ടതിനുമായി ശിശുവിനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. യെരൂശലേമിൽ ശീമോൻ എന്ന പേരുള്ള ഒരുവനുണ്ടായിരുന്നു. ആ മനുഷ്യൻ നീതിമാനും പുണ്യവാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷക്തനെ കാണുന്നവരെ മരിക്കാതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് അവനോട് അരുളി ചെയ്തുമിരുന്നു. അപ്പോൾ അവൻ പരിശുദ്ധാത്മ നിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. ശിശുവായ യേശുവിനു വേണ്ടി ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്ന പ്രകാരം നിവർത്തിക്കുവാനായി അവനെ മാതാപിതാക്കന്മാർ അകത്തേക്ക് കൊണ്ടുചെന്നപ്പോൾ അവൻ ശിശുവിനെ തൻ്റെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കർത്താവേ, വിജാതിയർക്ക് പ്രത്യക്ഷപ്പെടുവാനുള്ള പ്രകാശവും സ്വന്തം ജനമായി ഇസ്രായേലിൻ്റെ തേജസ്സുമായി സകല ജാതികളുടെ മുമ്പിൽ അങ്ങ് ഒരുക്കിയ അങ്ങയുടെ കൃപയെ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. അതിനാൽ തിരുവചന പ്രകാരം അങ്ങയുടെ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ശിശുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാതാവും യൗസേപ്പും അത്ഭുതപ്പെട്ടു. ശിമോൻ അവരെ അനുഗ്രഹിച്ചിട്ട് മാതാവായ മറിയാമിനോട്, ഇതാ ഇവൻ ഇസ്രായേലരുടെ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും വിവാദ വിഷയമായ ഒരടയാളവുമായിരിക്കും. പലരുടെയും ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പ്രാണനിൽ കൂടിയും ഒരു വാൾക്കടക്കും എന്ന് അരുളി ചെയ്തു. ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. യജമാനൻ വരുമന്നേരത്തുണർമുള്ളോരായുധൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാണോരോ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോ കവനരകേട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മെശയ്ക്കാൻ പരികർമ്മിക്കും സുതൻ ഋഗുദിശാപാരകലിത്ത മുടയുന്നോരോ മുടി ഹാലേലൂയ ചൂടും മകുടത്തിൽ മാർഖ്മോസ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോടും അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതയും ഇടവിടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദ് പുത്രിയിൽ നിന്ന് ജനിക്കുകയും ഗോൽഗുഥയിൽ വച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളായ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും ആനന്ദിപ്പിക്കുവാൻ മതിയാകുകയും ചെയ്ത ജീവന്റെ അപ്പമായ കർത്താവിന് സ്തുതി. തനിക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലഹുന്യമോ സ്വതഹായ
ബാർക്കുമോർ അനുഗ്രഹിക്കുന്നതിനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഹസ്യോനോക്കിൽ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളെയും വായിച്ച് ഉത്തമനെ ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണവേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണവേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണവേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണവേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തെളിക്കണവേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണവേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവുള്ളണവേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണവേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണവേ. ഞങ്ങളെ രക്ഷിക്കണവേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണവേ. കർത്താവേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണവേ. കർത്താവേ, കോപമുടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം എടുത്ത് മാറ്റിക്കളയണവേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണവേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണവേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണവേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വവുകൂല സുബാൻ ലൗൻമീ. ദൈവാദിദൈവവും കർത്താദികർത്താവുമേ തിരുസന്നിധിയിലും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരനുമായുള്ളവേ നിന്റെ തിരുമുമ്പാകെയും തൻ്റെ തേജസ്സിൽ അഗ്നിമയന്മാർ പരിഭ്രമിക്കുകയും തൻ്റെ ദർശനത്തിൽ ആത്മീയർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്ന എൻ്റെ നാഥ, നിന്റെ മുമ്പാകെയും ഞങ്ങൾ വണങ്ങി നിന്റെ ദൈവത്വത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ശ്രോപ്പന്മാരുടെ ശുശ്രൂഷയ്ക്ക് നീ ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിൻ്റെ വന്യരഹസ്യങ്ങളിൽ നീ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ നിന്റെ തിരുമുമ്പാകെയും നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് ഈ ആത്മീയ മേശമേൽ വെടിപ്പോടെ നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ വിശുദ്ധ റൂഹായി അയച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ അപ്പത്തെയും വീഞ്ഞിനെയും ശുദ്ധീകരിക്കണമേ.
നിർമ്മലമായ സുഗന്ധബലികൾ നിനക്ക് അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളെയും ഞങ്ങളിൽ നിന്ന് തുടച്ചു നീക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കണമേ. അവരോടൊരുമിച്ച് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വവുകൂല സുബാൻ ലൗന്മീ. ആമേൻ. കർത്താവിടുത്തെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമേൻ. ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളാവുന്ന വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രേൻവോ ബാർക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരൻ്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകർക്കും പിതാവും ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവമുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ് പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിളിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെയും കർത്താവ് ഈ കുർബാന കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുറപ്പെട്ട് പിതാവിനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ
ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം ദാ, സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദാ. കൃപ ചെയ്തിടണമേ, നാദാ കൃപ ചെയ്യുക കനിവാ, നാദാ തരമരുളി ചെയ്ത് അടിയാരോട് കൃപ ചെയ്യണമേ. ബാർഖുമോ സോമൻ ഗാലോ സമാധാനത്തിന്റെ ദൈവവും ശാന്തിയുടെ നാഥനുമായ കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരു നാളും വേർപെടാതെ പരസ്പരം സമാധാനം നൽകുവാൻ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർഖുമോ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമ്മനത്താൽ ഓരോരുത്തരും അവനവനെ എടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും
ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശേഷന്മാരോ ഉദ്ധാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരെ നിങ്ങളിനി ശ്ലോമോ വാഴട്ടെന്നാളും ലോകാന്ത്യത്തോളം തന്നെ ശ്ലോമോ വാഴട്ടെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. ബാർക്കുമോ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിരുതിനു മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, ബലഹീനരായ ഞങ്ങൾ നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങളും സഹായവും ലഭിക്കുവാനായി ഞങ്ങളുടെ ആത്മശരീര കഴുത്തുകൾ തിരുവമ്പാകെ നമിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ സകലരുടെയും സഹായം സങ്കേതവുമാവുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ കർത്താവേ, ഇപ്പോൾ തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിച്ച് ഞങ്ങളെ വിദ്വേഷിക്കുന്ന സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ സകല പ്രമാണ ലംഘനങ്ങളെയും പരിഹരിച്ച് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരൻ്റെ കീഴാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ഭയങ്കരവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വിലയേറിയതുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും ന്യായവുമാകുന്നു. കർത്താവേ, മാലാഹമാരുടെയും പ്രധാന മാലാഹമാരുടെയും ഗണങ്ങളോടൊരുമിച്ച് കീർത്തന ശബ്ദത്താൽ ഞങ്ങൾ കാദീഷ് പാടി ഉച്ചൈസ്വരം നിന്നെ മഹത്വപ്പെടുത്തുന്നു.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമുക്ക് വേണ്ടി മരണം അനുഭവിക്കുവാനും സന്ധ്യാസമയത്തുള്ള പെസഹ നിറവേറ്റുവാനുമായി നമ്മുടെ കർത്താവിന് തിരുവിഷ്ടം തോന്നിയപ്പോൾ പരിശുദ്ധങ്ങളായ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ മുറിച്ച് ശിഷ്യ സമൂഹത്തിന് നൽകിയവരോട്, പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീനെന്ന് അരുളി ചെയ്തു. വൽഹായി അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് അലർത്തിയ കാസായും താൻ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിയവരോട്, പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീനെന്ന് അരുളി ചെയ്തു. വൽഹായി ഈ രഹസ്യം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിപ്പീൻ എന്നു താൻ അവരോട് കൽപ്പിച്ചു. ദമോദുസേനോ മൃതിയോ തെങ്ങൾ നിൻ ഉദ്ധാനമതേറ്റോദി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾക്കെന്നും. കർത്താവേ, നിന്റെ രക്ഷാകരമായ വരവിനെയും നിന്റെ പുനരാഗമനത്തെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് തിരുസന്നിധിയിൽ സ്തുതികളും അപേക്ഷകളും സമർപ്പിക്കുന്നു. നീതിമാന്മാരെയും പാപികളെയും നീ പരിശോധിക്കുന്ന ന്യായവിധിയുടെ ഭയങ്കരവും സംപ്രദനവുമായ ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും അഗ്നിക്ക് നീ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. ഞങ്ങളുടെ തിന്മകളും കുറ്റങ്ങളും നിമിത്തം ഞങ്ങൾ കഷ്ടതയും ദണ്ഡനവും അനുഭവിക്കുവാനിടയാകരുതേ. കർത്താവേ, നിനക്ക് ദയവ് തോന്നി ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ പാപങ്ങളെ പരിഗണിക്കാതെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇതു നിമിത്തം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും
നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നും പശ്ചാത്താപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാർക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേ പൊരുതി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളോടും കൂടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി. ഉത്തമനെ ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചൊരിയണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരങ്ങൾക്ക് ഇവ വെടിപ്പ് നൽകണമേ. ഇവ പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലുൻമീ. കാലത്തും നമ്മുടെ അതിശന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ വിശ്വസ വിളയെ മേയിച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീയസന്മാരായ ആബുന്മാർ ഇഗ്നാത്യസിന് വേണ്ടിയും ആബുന്മാർ ബസേരിയസിന് വേണ്ടിയും ആബുന്മാർ ഗ്രിഗോറിയസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബുന്മാർ തീമോഥേസിന് വേണ്ടിയും ശേഷമുള്ള അത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഇടയന്മാരെ പ്രാപ്തരായ ഭരണകർത്താക്കളാക്കി തീർത്ത് നിന്റെ സമാധാനവും സഹായം കൊണ്ട് അവരെ അലങ്കരിക്കണമേ. അവരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലുൻമീ. ബാറയ്ക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താരപ്രിയപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ
ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് സഹായം നൽകുന്നവരെ നീ ഓർത്തുകൊള്ളണമേ. പിശാചുക്കളെയും ദുഷ്ടമനുഷ്യരുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും നീ അവർക്ക് കാവൽക്കാരനും സങ്കേതസ്ഥാനവുമായിരിക്കുകയും ചെയ്യണമേ. നീ സകലത്തിൻ്റെയും രക്ഷിതാവാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാറിക്കുമോർ നാൽഭാഗമുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നടത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ചില ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കണമേ. അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുക്കൂല സുബാൻ ഭൂമിയിലെ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാത മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധമായ ദിവ്യന്മാരെയും പ്രസംഗക്കാരെ സ്ലീഹന്മാരെയും ഏകേലസന്മാരെയും സാധകന്മാരെയും മോദയന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ മുന്നോട്ടക്കാരനുമായ മാർയുഹാനോൻ മംദാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹദേരവുംബനമായ പരിശുദ്ധനും മാതുളനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ ധനന്മാരായ മൃതപ്പെട്ട മാർ പത്രൂസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും ശേഷം ശലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ഞങ്ങളെ സഹായിച്ച് അവരുടെ ഓഹരിക്കും അവകാശത്തിനും ഞങ്ങളെ അർഹരാക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാറക്കുമോർ ശ്ലൈകവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിയോടെ മുൻകൂടി നിർവാഹിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസ്തനോപോലിസിലും എഫേസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കൊറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തിയമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ ശിമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസ്തുനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടറിഞ്ഞ മേച്ചുസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രകീസ്മാർ സേവേറിയോസും സത്യവിശ്വാസി നിലനിർത്തിയ നീതിമാനും പരിശുദ്ധമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് പ്രധാനായും
മാർ അപ്രേമും മാർ യാക്കോവും മാർ ഇസ്ഹാക്കും മാർ ബാലായിയും ദുഃഖന്മാർ തലവനായ മാർ പ്രസവമായും മാർ ശമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഭൂതലം മുഴുവനിലും നിന്റെ സുവിശേഷത്തെ സൂക്ഷ്മതയോടെ പ്രചരിപ്പിക്കുകയും നിന്റെ വിശുദ്ധ സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരെ നീ ഓർക്കണമേ. നിർമ്മലമായ അവരുടെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങൾക്കെല്ലാവർക്കും സഹായം നൽകി നിന്നിലുള്ള സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ബർക്കിമോർ അറിവുകളെയും സകലജടങ്ങളുടെയും മുഴുവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിധി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അറിവുകളെയും തന്നെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കാനും നമ്മയും അവരെയും തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവനായിട്ട് നാം അപേക്ഷിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടസ്യ പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. മനുഷ്യ സ്നേഹമുള്ളവനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളവരെയും അബ്രഹാമി മടിയിൽ നീ വസിപ്പിച്ച് ഞങ്ങളെയും അവരെയും സകല പ്രമാണ ലംഘനങ്ങളിൽ നിന്ന് നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി യേശു മിശിഹ അല്ലാതെ പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, തിരുമുമ്പാകെയുള്ള ലജ്ജയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോരെ നീ രക്ഷിക്കണമേ. നിന്റെ ദാസന്മാരെയും ദാസ്യങ്ങളുടെയും രഹസ്യവും പരസ്യവുമായ തെറ്റുകളെയും കുറ്റങ്ങളെയും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. വാഴ്ത്തപ്പെട്ടവനായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും വിശുദ്ധ റൂഹായോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഞങ്ങളാലും ഞങ്ങൾ നിമിത്തവും സ്തുതിക്കപ്പെട്ട് പോഴ്ചപ്പെടുമാറാകണമേ. ഓശോ വബുക്കൂല സുബാൻ തന്റെ തിരുനാമം നിരന്തരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകളോളം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന
യേശുമിശിയാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ സർനാദം ബാരക്കുമോർക്കു റിയേലായിസോ ആവേശത്താൽ യാചിക്കും യാഗങ്ങൾ കൈ കൊള്ളുന്നു അമ്മയുമായി ചെങ്ങാലികളെ ആചാര്യനു സമർപ്പിച്ചു താതൻ ചേർന്നതു കൈക്കൊണ്ടു മൃത്യുപുരി ഞാൻ ചെന്നെത്തി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മശിഹാ തമ്പുരാനെ, നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യവും നാം ഓരോരുത്തരുടെയും ആത്മാക്കളായ ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ച് വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിൻ്റെ തൃക്കൈയിൽ നമ്മുടെ ജീവൻ്റെ ഭരണം പിടിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. ബലഹീനരായി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന പിതാവാം ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനീതിയുടെ സകല പാപമാലിന്യങ്ങളിൽ നിന്നും പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിനക്കർപ്പിക്കുന്ന ഈ കുർബാനയെ അവിടുന്ന് അംഗീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏകസ്വരത്തിൽ നിന്നെ വിളിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദയാലുവായ ദൈവമേ, പരീക്ഷകളാവുന്ന പരിശോധനക്ക് നീ ഞങ്ങളെ വിധേയരാക്കരുതേ. എന്തെന്നാൽ അവയെ സഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. നിന്റെ മഹാകരുണയ്ക്കനുസൃതമായി സകല കോപശിക്ഷകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തെന്നാൽ ആധിപത്യവും രാജ്യവും നിനക്കുള്ളതാവുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർഖ്മോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ദാസീദാസരാവുന്ന ഞങ്ങൾ ഞങ്ങളുടെ ആത്മശരീരങ്ങൾ തിരുമുമ്പാകെ വണക്കി പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിച്ച് കരുണയ്ക്കും പാപമോചനത്തിനും അർഹരാക്കണമേ. നിന്റെ മഹാകാരുണ്യവും നീ മഹാകാരുണ്യവാനും സർവശക്തനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തഹവേ തൈബോസോറഹവേ, വിശുദ്ധിയുള്ളതും മാത്രമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുണ്ടായിരിക്കട്ടെ. ബാർഖ്മോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റുവായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി ദഹിക്കുന്ന
ജീവനുള്ള ഏക വിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെയോർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. നിന്നാൽ സ്തുതിയോട് രാജമകൾ ഹാലേ ലുയ്യായോ ഹാലേ ലുയ്യാ. നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയായോ ഹാലേലൂയാ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും മാറിക്കുമോ. ശുഭഹോലാബോലബറോൽ റൂഹോ കാദീശോ മൂലം വാദാമുൽമൂലം വൽമീനാമേ. ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാന്തൻ പക്കലവേഷയാണ് കേണം. സൗമൻ കാലോസ്കുറിയേലായി സോ മറിയാമിൻ സ്മരണം വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ. ശുഭഹോലാബോലബറോൽ റൂഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മറിയോറാകെ മേലൈനോ ആധാരേ. നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്തനേ. ഞങ്ങളിലാർദ്രത തോന്നിടാൻ ഏകാത്മജനോടർത്തിക്കാം. നയവാൻപന പോലെ തളർത്തിടമേ. ഹല്ലേലൂയ. വളരും അവൾ ലബനോൻ ഗാരകൾ പോ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാലിക്കുമോ. ശുഭഹോലാബോലബ്രോൽ റൂഹോ കാദീശോ മനോലം വാദമുൽലോലം വൽമീനാമേ. ഒരുപോലിങ്ങും മാർത്തോമാസ്ലീഹ മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തവൻ കാലോസ്കുറിയേലായി സോ. പാവന നീബിമാരേ രാജ്യസുത സ്നേഹന്മാരെ അഭ്യർത്ഥിപ്പിൻ പുനക്ഷേമാർത്ഥം. സമരം മായട്ടെ കലകം സമമാർന്നിടട്ടെ. സഭയും സോദരും സ്തുതി പാടിയിടട്ടെ. പാർക്കുമോ. ശുഭഹോലാബോലബ്രോൽ റൂഹോ കാദീശോ നിർമ്മല നീ സ്നേഹ സഹോദരന്മാരെ നിങ്ങളുടെ മകുടം വാനിൽ ഭക്തജനം ഭൂവിൽ മശിഹാദൻ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ സ്മൃതി മാനിച്ചോ. എങ്ങും തന്നെന്താ മുറിയോറാകെ മേലൈനോ ആധാരേ. ഓർഗീവ്
ഗീവർഗി സഹദാമാർ ഗ്രിഗോറിയോ സൽഗുണനിധിയേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എല്ലാവർക്കും അവിടെ ഇരിക്കാം. ഇപ്പോഴ് പ്രിയ ഷമ്മാശൻ തിരുവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ അതിതന്നിരുന്നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും ആദരണീയനായ വൈദിക ശ്രേഷ്ഠൻ, പ്രിയ വിശ്വാസികളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തുവേശുവിൻ്റെ അതിതന്നിരുനാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മായൽത്തോ പെരുന്നാളാണ് ഇന്ന്. നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനത്തിൻ്റെ ദിനമാണിന്ന്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 36 വരെയുള്ള ഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. മാറാനായ പെരുന്നാളുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പെരുന്നാൾ തന്നെയാണ് മായൽത്തോ പെരുന്നാൾ എന്ന് പറയുന്നത്. പരിശുദ്ധ സഭ ഫെബ്രുവരി 2-ാം തീയതി എല്ലാ വർഷവും മായൽത്തോ പെരുന്നാളായി ആഘോഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം 40-ാം ദിവസം അവൻ്റെ മാതാവിൻ്റെ ശുദ്ധീകരണ കാലം തികയുമ്പോൾ മറിയാമും യോസഫും ചേർന്നുകൊണ്ട് ക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കുവാൻ പോകുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് മായൽത്തോ പെരുന്നാൾ നാം കൊണ്ടാടുന്നത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് കടിഞ്ഞൂൽ പ്രജ യഹോവയ്ക്കുള്ളതാണ്. അതായത് ആദ്യം ജനിക്കുന്ന ശിശു അവൻ യഹോവയ്ക്കുള്ളതാണ്. അവനെ ദേവാലയത്തിൽ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കണമെന്നുള്ളതാണ് യഹൂദരുടെ ആചാരവും വിശ്വാസവും എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന് 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലിലും ആദ്യമായി ലഭിക്കുന്നതിനെ ഒക്കെയും എനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാം, അത് എനിക്കുള്ളതാണെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെ ആധാരമാക്കിയാണ് യഹൂദന്മാർ തങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആദിജാതനെ ദൈവത്തിന് വേണ്ടി ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്. അത്തരത്തിൽ യഹൂദ വംശത്തിൽപ്പെട്ട യോസഫും മറിയാമും യേശുവിൻ്റെ ജനനത്തിന് ശേഷം 40-ാം ദിവസം കന്യക മറിയാമിന് ശുദ്ധീകരണ കാലം തികയുമ്പോൾ യേശുവിനെ സമർപ്പിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവന് വേണ്ടതായ ബലിയർപ്പണങ്ങളെല്ലാം അവിടെ നടത്തുന്നുണ്ട്. ശിശുവിനെ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് യഹൂദ പശ്ചാത്തലത്തിൽ ശിശുവിനെ വളർത്തുവാനുള്ള യഥാർത്ഥ അവകാശം തങ്ങളുടെ മാതാപിതാക്കൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്നത് തന്നെ. അത്തരത്തിൽ ദേവാലയത്തിൽ യേശുക്രിസ്തുവിനെ സമർപ്പിക്കുന്നു. അവിടെ വേണ്ടതായ യാഗങ്ങളും അർപ്പണങ്ങളുമെല്ലാം അവരവിടെ നടത്തുന്നുണ്ട്. ഇതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം മായൽത്തോ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേദഭാഗത്തിൽ നമുക്ക് 2 വൃദ്ധജനങ്ങളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായി ശിമിയോനെയും രണ്ടാമത് ഫനുവേലിൻ്റെ മകളായ ഹന്നയെയും ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 40 വരെയുള്ള ഭാഗത്താണ് ഈ 2 വൃദ്ധജനങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
ഷിമിയോനെ കുറിച്ച് ഈ വേദഭാഗത്ത് ഇപ്രകാരമാണ് പറയുന്നത്: ഷിമിയോൻ എന്ന വ്യക്തി നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് ഈ വേദഭാഗത്തിൽ ഷിമിയോനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവപുത്രനെ കാണുന്നതിന് മുമ്പായി മരണം കാണുകയില്ല എന്നുള്ള അരുളപ്പാട് ലഭിച്ചവനുമായിരുന്നു ഷിമിയോൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി കാത്തിരുന്ന വ്യക്തിയായിരുന്നു ഷിമോൻ. അത്തരത്തിൽ ആത്മാവിൻ്റെ നിയോഗത്താൽ അവൻ ദേവാലയത്തിൽ കടന്നു ചെല്ലുകയും അവിടെ വെച്ച് ക്രിസ്തുവിനെ കാണുക മാത്രമല്ല, അവനെ തിരിച്ചറിയുകയും അവനെ തൻ്റെ കൈകളിൽ ഏന്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ചിത്രം ഈ വേദഭാഗത്തിൽ നമുക്ക് ഷിമിയോനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അനുഭവത്തിലും ധ്യാനത്തിൻ്റെ അനുഭവത്തിലും കടന്നു പോകുന്ന ധനുവേലിൻ്റെ മകളായ ഹന്നയുടെ ചിത്രവും ഈ ഭേദഭാഗം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഹന്നയെക്കുറിച്ച് ഇപ്രകാരമാണ് ഈ വേദഭാഗത്തിൽ പറയുന്നത്: അവൾ ദേവാലയത്തിൽ തൻ്റെ ജീവിതം കഴിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും മാത്രം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞിരുന്നു. അവൾ ക്രിസ്തുവിനെ കാണുന്നുണ്ട്, ദൈവപുത്രനെ തിരിച്ചറിയുന്നുണ്ട്. അവനെ കണ്ട ഉടനെ ദൈവത്തെ സ്തുതിക്കുന്ന ചിത്രവും ഹന്നയുടെ ചിത്രവും നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാം. ഇത്തരത്തിൽ രണ്ട് വൃദ്ധജനങ്ങളുടെ ചിത്രം നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രിയമുള്ളവരെ, ഇവരുടെ രണ്ടു പേരുടെയും ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ഒരു ചിന്തയുണ്ട്. അത് ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതം എന്നത് ദേവാലയത്തോടും ദൈവത്തോടും ആത്മബന്ധമുള്ളതായി തീരണമെന്നുള്ളത് തന്നെയാണ്. ഷിമിയോന്റെ ജീവിതം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ദൈവപുത്രനു വേണ്ടി കാത്തിരുന്നു. തൻ്റെ ജീവിതത്തെ അതിനുവേണ്ടി ക്രമീകരിച്ച് ദേവാലയത്തിൽ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്തരത്തിലൊരു കാത്തിരിപ്പിൻ്റെ ഫലം ദേവാലയത്തോടും ദൈവത്തോടും അവൻ കാണിച്ച ആത്മബന്ധത്തിൻ്റെ ഫലമായാണ് ദൈവപുത്രനെ തിരിച്ചറിയുവാനും അവനെ തൻ്റെ കൈകളിൽ ഏന്തുവാനും അവന് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹന്നയുടെ ജീവിതം പരിശോധിക്കുമ്പോഴും ഈ ഒരു ആത്മബന്ധത്തിൻ്റെ തലത്തെ ഹന്നയുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ തൻ്റെ ജീവിതത്തെ മുഴുവനായും ദേവാലയത്തിൽ സമർപ്പിച്ച് ജീവിച്ചവളാണ്. തൻ്റെ ജീവിതത്തെ മുഴുവനായും പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒരുക്കി ജീവിച്ചവളാണ്. ഇത്തരത്തിൽ ദേവാലയത്തോടും ദൈവത്തോടും അവൾ കാണിച്ച ആത്മബന്ധത്തിൻ്റെ ഫലമായാണ് ദൈവപുത്രനെ ദേവാലയത്തിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ അവനെ തിരിച്ചറിയുവാനും അവനെ കണ്ടുമുട്ടുവാനും അവന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുവാനും അവൾക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ദേവാലയത്തോടും ദൈവത്തോടും എത്രമാത്രം ആത്മബന്ധത്തെ പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കുക. അത് കേവലം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതായി തീരാൻ പാടില്ല. മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ദേവാലയത്തോടും ദൈവത്തോടും എത്രമാത്രം ആത്മബന്ധം പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒക്കെയും. അവരവരുടെ ജീവിതത്തിൽ ദേവാലയത്തോടും ദൈവത്തോടും വിശ്വസ്തമായ ഒരു ആത്മബന്ധം പുലർത്തി. അതുകൊണ്ട് തന്നെയാണ് ദൈവരക്ഷകനെ, മനുഷ്യരക്ഷകനെ
തങ്ങളുടെ കൈകളിൽ ഏന്തുവാൻ അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദേവാലയത്തോടും ദൈവത്തോടും ആത്മബന്ധമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തെയും അവരെ പോലെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അടിസ്ഥിതമാക്കി ഈ ലോകത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിന് വിരമിക്കുന്നു. തൃത്വനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രത്യേകാൽ സഭയ്ക്ക് നല്ല നേതൃത്വം നൽകി സഭയിലെ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ഒക്കെ സഭയ്ക്ക് വേണ്ടി നേരിട്ട, സഭയിലെ സാമ്പത്തികമായും വിവിധ ബുദ്ധിമുട്ടിലുമായിരിക്കുന്ന സ്ലീബാദാസ സമൂഹത്തെ തൻ്റെ ആയുസ് മുഴുവൻ അതിനുവേണ്ടി അധ്വാനിക്കുകയും അവർക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട മൂക്കഞ്ചേരിൽ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമനസിൻ്റെ ഓർമ്മ കൂടിയാണിന്ന്. ആ പിതാവിനെയും എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഇപ്പോഴേതോ പ്രാർത്ഥന സമർപ്പിക്കും. ചാർത്തും നേരിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലൂയോ ഹാലേ ലൂയ. നിന്നഭിഷക്തമുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയ. എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ, സാക്ഷിയും വായിക്കുമോ. ബഹുല ബോലെ ബറോൽ റോഹ് കാദീശോ മനോലം വാദാമൽ വാലം വൽമീനാമേ. ശുചിയോട് ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം. സൗമൻ കാലോസ് കുറിയനായിസോ നിർമ്മലമദ്ബഹായിൽ കാത്രോ സ്നേഹാശുശ്രൂഷിച്ചോരാം വൈദികരിപ്പിഞ്ചലും നീറിന്മാർ ദേവാകാരി ബാറിക്കുമോ. ബഹുല ബോലെ ബറോൽ റോഹ് കാദീശോ ദൈവസദാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമാ നാളിൽ ഓർത്തുമുഖപ്രഭയേകേണമേ. മൊറിയോറായി മേലൈനോ വാദാരേ ആചാരീശ മസിഹാകുദാശകളർപ്പിച്ചോ ആചാര്യന്മാർ കേകുക പുണ്യം നാദാസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നനനുടെ നാളുകളോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ വാറിക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനെ ജീവസ്വരമതുണർത്തണമേ. ധ്യാനത്തിനായി സൗമൻ കാലോസ് കുറിയനായിസോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അടിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കും.
പാലിക്കുമോ? മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ, മുകിലഴകിൽ മേലാഘോഷിതനായിടുന്നു. ദൈവാന്മാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മുറിയോറാഹിൽ മേലൈനു ആധാരേ, മാരമതിനുയരേ കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തിൽ കൊണ്ടാടി മരിച്ചവരും കൈക്കൊണ്ടിടേണം. കുർബാന അനുഭവിക്കുന്നവർ ഈ പ്രാർത്ഥനകൾ ഏറ്റുകൊള്ളണം. എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർഭോഗങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. രക്ഷകനോര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാവുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട രണ്ട് ലോകങ്ങളിലും നിത്യമായി കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഗാത്രം വക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമീൻ. താവകഗാത്രത്താ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ.
നേടരുതേ നാഥാ. ബാർക്കുമോ കർത്താവേ, നിന്റെ സ്വർഗീയ മേശയുടെ സംബന്ധത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ ഈ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടുമാറാകരുതേ. നിന്റെ പരിശുദ്ധ റൂഹായോട് സംബന്ധപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർന്നതുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടുകൂടി ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിനും വിശുദ്ധനായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. മട്ടസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മോപ്രശ്നയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ മേൽ നിന്റെ അദൃശ്യമായ വലത്ത് നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിയാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിക്കുന്നവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും പ്രാപിക്കുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ, തന്മാതാവിൻ ഉന്നതിയും മഹിമാവോടെ സകലന്മാർക്കും മൃതരിൽ കരുണയും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പരിഹാരത്തിനോ ആയി തീരരുതേ.
എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശരണം നീ ഉയർപ്പും നീ തന്നെ. ദൈവമായ കർത്താവേ, ഞങ്ങൾ അയോഗ്യരെങ്കിലും ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന ഈ ദിവ്യദാനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നിനക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ ലജ്ജിക്കുവാനിടയാകരുതേ. ഞങ്ങളെ സഹായിച്ച് ഞങ്ങളോട് പോരാടുന്ന പ്രതികൂലാത്മാക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലുൻമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, ഇവിടെ സന്നിധരായിരിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നിന്റെ വലതുകൈ നീട്ടി അനുഗ്രഹിക്കണമേ. നിന്റെ സ്ലീബായാൽ ഇവരെ കാത്തുകൊള്ളണമേ. രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്ന് നീ ഇവർക്ക് കാവൽക്കാരനും സങ്കേതസ്ഥാനവുമായിരിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ പ്രവാഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളും ഇവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലുൻമേ. ആമീൻ. 40 ദിവസം തീവകാകുമ്പോൾ പുരുഷ പ്രജയെ മുന്നിയമപ്പടി ബലിയോടാലയ മേറ്റിടേണം. മനുഷ്യകുലത്തെ നിർമ്മലമാക്കാൻ പക്ഷി സമേതം മുറപോൽ മാറിയ ശിശുവിനെ അവിടെ കാഴ്ചയണച്ച. ശുദ്ധി വരുത്ത ദേവാലയമതി ലർപ്പിതനായി താലയ ദർശന മതിനായി പ്രേരണ നൽകിയോരീശ. നിർമ്മലരാവ നെറ്റിട്ടവരെ നിന്നോടു കൂടെ മലിനരലേശം കലരാതെന്നും കാത്തിടണമേ. യാചിക്കും പരിശുദ്ധന്മാരും നാഥാ, പുണ്യം നൽകിയും വാഴ്ചോക്കും. സെലോൻ
എസ്ലോമോ, ആഹായ്, ആബിബായ്, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധവും മഹനീയവുമാവുന്ന വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിജയശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നമ്മുടെ കടങ്ങളെ ക്ഷമിക്കും, തെറ്റുകളെ പോക്കും, വിശ്വാസികളായി നമ്മുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിപ്പാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.